താങ്കൾ കുറച്ച് ദിവസങ്ങളായി ഒരു അമ്മയുടെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ താങ്കളിൽ നിന്നാണ് ലോകം ഈ ഞെട്ടിക്കുന്ന കാര്യം അറിഞ്ഞത്. കാരണം മലയാളികൾ ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഈ സിറിയ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ പോയി സ്വർഗരാജ്യം കിട്ടുമെന്ന് ആളുകൾ വിശ്വസിച്ച് മലയാളികൾ ഇന്ത്യ വിട്ടു പോവുക എന്നത്. ആരും വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഒരു അമ്മയെന്ന നിലയിൽ താങ്കൾ നടത്തിയ നിയമ പോരാട്ടമൊക്കെയാണ് ആൾക്കാരുടെ ശ്രദ്ധയിൽ ഇത് ആദ്യം കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. എന്തായിരുന്നു ആ സാഹചര്യം? ഈ നിമിഷയ്ക്ക് വീട്ടിലെ ഒരു നിമിഷയുടെ രീതി എങ്ങനെയായിരുന്നു? ഇപ്പോഴും എൻ്റെ മകൾ IS-ലാണെന്ന് സസ്പെക്റ്റഡ് ആണ്. ഒരിക്കലും അവിടെ എത്തിയിട്ടില്ല. അവള് തിരിച്ചു വരികയും ചെയ്യും. അത് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുവാണ്. ഇപ്പോൾ ഉള്ള ഒരു റെസ്പെക്റ്റ് അത് അങ്ങനെ തന്നെ എൻ്റെ കുട്ടിക്ക് മെയിൻറ്റെയിൻ ആകണമെന്ന് ആഗ്രഹത്തോടെ ഞാനെന്ന അമ്മ പറയുവാണ്. പിന്നെ രണ്ടാമത്തെ വിഷയം, എൻ്റെ മകള് വളരെ അടുക്കമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. നല്ല സ്റ്റേജ് പെർഫോമറാണ്. ഗീത ചാൻഡിങ്ങിൽ സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടിയാണ്. ചിന്മയ വിദ്യാലയയിൽ ICSEയിൽ 12th സ്റ്റാൻഡേർഡ് വരെ നല്ല ഡിസ്റ്റിങ്ഷനോടെ പഠിച്ച കുട്ടിയാണ്. അത് കഴിഞ്ഞു അവൾക്ക് മെറിറ്റിൽ തന്നെയാണ് BDSന് അഡ്മിഷൻ കിട്ടിയതും തിരിച്ച് കാസർഗോഡ് വന്നതും. പഠിത്തത്തിൽ ഒരിക്കലും അവൾ പുറകോട്ടായിരുന്നില്ല. പക്ഷേ ഏത് സാഹചര്യം എന്നുള്ളത് ഞാനും ഇപ്പം ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുവാണ്. ഈ പൊതുവെ അയാൾ എങ്ങനെയായിരുന്നു? ഇങ്ങനെയുള്ള ഈ ആത്മീയ കാര്യങ്ങളൊക്കെ കൂടുതൽ താല്പര്യമുള്ള അങ്ങനെയൊന്നുമില്ല. കാരണം ഞാൻ പ്രസിദ്ധമായ ആറ്റുകാൽ അമ്പലത്തിലെ ട്രസ്റ്റിയാണ്, എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഒരു ഹൈന്ദവ ആചാരങ്ങൾ തന്നെയാണ് മുന്നിട്ട് നിന്നിരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും മുസ്ലിംസ് വിഷയങ്ങളോ എനിക്ക് സ്വന്തമായിട്ട് മുസ്ലിം ഫ്രണ്ട്ഷിപ്പ് ഉള്ളതാണ്. അത് കൂടാണ്ട് ഞാനൊരു കോൺവെന്റ് എഡ്യൂക്കേറ്റഡ് ലേഡിയാണ്. പോളിഞ്ചേഴ്സിൽ പഠിച്ചവളാണ്. അത് കഴിഞ്ഞ് ഓൾ സയൻസിൽ പഠിച്ചവളാണ്. അപ്പോൾ എനിക്ക് ക്രിസ്ത്യൻ ഫ്രണ്ട്സും ഉണ്ട്. ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ മതസ്ഥരും വന്നു പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡിനെ അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. കൂടാണ്ട് എൻ്റെ അച്ഛനെന്ന് പറയുന്നത് ഇവിടുത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് കൗൺസിലറായിരുന്നു ട്രിവാൻഡ്രത്ത്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ തന്നെ കുടിപ്പള്ളിക്കുടം ഉണ്ട്. ആ കുടിപ്പള്ളിക്കുടത്തിലാണ് ആദ്യമായിട്ട് ശ്രീ അയ്യങ്കാളി വന്ന് നിലത്തെഴുത്ത് എഴുതിയ. അന്നേരം തന്നെ ആലോചിക്കാം എത്ര പുരോഗമന ചിന്തയുള്ള ഒരു വീട്ടിലെ അംഗമാണ് ഞാനെന്ന്. അതേ അംഗം തന്നെയല്ലേ എൻ്റെ മകള്. അപ്പോൾ എൻ്റെ മകള് വന്നിട്ട് പറയുവാണ് എനിക്കൊരു മുസ്ലിം പയ്യനെ ഇഷ്ടമാണ്. ഞാൻ തയ്യാറാണ്. അത് മുസ്ലിം ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ, അവനൊരു ഫാമിലി ഉണ്ടായിരിക്കണം, അവനൊരു ജോലി ഉണ്ടാവണം, അല്ലെങ്കിൽ അവനൊരു ബിസിനസ് ഉണ്ടാകണം. അമ്മ എനിക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറ്. പക്ഷേ ഇവിടെ അതല്ലല്ലോ. ആ കുട്ടി മതം മാറ്റുന്നു, അത് കഴിഞ്ഞ് മതം പഠിപ്പിക്കാൻ പോകുന്നു. അതേ ലെവലിൽ ആ കുട്ടിയെ എവിടെ വരെ കൊണ്ടുപോടുന്നേ? നിങ്ങൾ ആരെ പേടിക്കുന്നേ? എന്തിനാ ഈ എസ്കേപ്പിസം? ഞാൻ അത് കഴിഞ്ഞിട്ടും അവള് വീട്ടിൽ വന്നപ്പോഴും അവൾ എന്നോട് പറഞ്ഞു, അമ്മയെ ഞാൻ ബുർഗ ഇട്ടിട്ട് വന്ന അമ്മയ്ക്ക് വിഷമം ഉണ്ടാവോ? നാട്ടുകാർ അമ്മയുടെ അടുത്ത് വിഷമം പറയോ? എന്തിനാ നാട്ടുകാര്? എന്റെ മകളല്ലേ വരുന്നേ. ഈ കേരളത്തിൽ ഈ ആധികാരികമായി മതപരിവർത്തനം ഏറ്റെടുത്തിരിക്കുന്ന സംഘടനകളുണ്ട്. ഇന്നിപ്പോൾ ഇങ്ങനെയുള്ള IS-മായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നപ്പോൾ അങ്ങനെയുള്ള വാർത്തകളും വന്നു. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു തിക്തഫലം അനുഭവിച്ചൊരു അമ്മയെന്ന നിലയിൽ താങ്കൾക്ക് എങ്ങനെ അത് അനുഭവപ്പെട്ടത്? അങ്ങനെയുള്ളതിനേക്കാളും എനിക്ക് ഇനിയത്തെ വരും കാലങ്ങളിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു 2-3 കാര്യം ഞാൻ സൂചിപ്പിക്കാം. അതായത് കോളേജസിൽ, സ്കൂളുകളിൽ നമ്മൾ വീട്ടിൽ മാത്രമേ പാരൻ്റ് ആകുന്നുള്ളൂ. ഒരു സ്കൂളിൽ ചെന്നാൽ ആ ടീച്ചേഴ്സ് വേണം പാരൻ്റ് റോൾ എടുക്കാൻ. തിരിച്ച് കോളേജിൽ ചെന്ന് കഴിഞ്ഞാലും ആ അധ്യാപകരാണ് പാരൻ്റ് റോൾ എടുക്കാൻ. അപ്പോൾ ഈ ഒരു ഫീസ് സ്ട്രക്ചറിൽ നമ്മളിപ്പോൾ ഒരു ഫീസ് ലേറ്റായി കഴിഞ്ഞാൽ ഈ സ്കൂൾ അധികൃതരാകട്ടെ കോളേജ് അധികൃതരാകട്ടെ ഉടനെ നമ്മളെ വിളിക്കാറുണ്ടല്ലോ ഫീസ് ഡ്യൂ ഡേറ്റ് ആയെന്ന്. അതേമാതിരി ഒരു പെൺകുട്ടിക്കോ ഒരു പഠിക്കുന്ന ഒരു പയ്യനോ ഒരു മാറ്റം വന്നാൽ എന്തുകൊണ്ട് അവർ പറയുന്നില്ല? അപ്പൊ അവരുടെ രീതി അത് മൂടി വെക്കുന്നു. അവിടുത്തെ ക്യാമ്പസ് ഓഫീസറിനോട് ഞാൻ ചോദിച്ച് നവംബർ 11, 2015 ചോദിച്ചപ്പോ അയാൾ എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇത്രയും കുട്ടികൾ പഠിക്കുന്നിടത്ത് നിങ്ങളുടെ മകൾ പിഴച്ചു പോയെങ്കിൽ അതിന് ഞാനെന്ത് ചെയ്യേ? അതാണ് ഒരു സ്കൂളിലെ ക്യാമ്പസ് ഓഫീസറിന്റെ ഭാഷ. ഈ കേരള ഹൈക്കോടതിയിൽ താങ്കൾ ഒരു ഹേബിയസ് കോർപ്പസ് റിട്ട് ഫയൽ ചെയ്തു. അപ്പോൾ ആ ഹേബിയസ് കോർപ്പസ് റിട്ട് ഫയൽ ചെയ്യാനുള്ള സാഹചര്യം എന്തായിരുന്നു? എന്റെ മോളുടെ പുറകെ ഞാൻ ഇന്നും ഈ മിനിറ്റിലും ചേസ് ചെയ്യുവാണ്. കാരണം ഇത് ഏറ്റവും അവസാനം മോളെ കുറിച്ചുള്ള വിവരം കിട്ടിയത് എപ്പോഴാണ്? വാട്സാപ്പിൽ സന്ദേശം അയക്കുന്നുണ്ട്. ജൂൺ 4 വരെ, അതായത് നവംബർ 11 കാണാതാകുന്നു. ഞാൻ ഒരു പോലീസ് പെറ്റീഷൻ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അന്നേരം ഈ പെൺകുട്ടി അവിടെ വന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഞെട്ടുന്നത്. കറുത്ത ബുർഗയിട്ട് കണ്ണ് മാത്രം കാണാം. പിന്നെയും ഞാൻ വിചാരിച്ചു എൻ്റെ മകളാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. ഈ വേഷവിധാനം ഒരാളുടെ പുറം മൂടി മാത്രമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കുട്ടിയെ തിരിച്ചെടുക്കണമെങ്കിൽ ഞാൻ മോളോട് പറഞ്ഞു, മോളെ ഇപ്പം അമ്മയുടെ ഒപ്പം വീട്ടിൽ വാ, നമുക്ക് എന്നിട്ട് അമ്മ ഈ പയ്യൻ ആരാന്നുള്ളത് അന്വേഷിച്ച വീട്ടുകാരായിട്ട് അമ്മ നടത്തിത്തരാം. അപ്പം ആ പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, അമ്മ ഞാൻ ഒരു
സത്യസരണി എന്ന് പറയണ ഒരിടത്തു നിന്നാണ് ഞാൻ പുറത്തു വരുന്നത്. സരണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇതുമാതിരി വേറെയും കുട്ടികളുണ്ട്. അതിൽ 2 പെൺകുട്ടികളെ ഇതേമാതിരി കൊണ്ടുപോയിട്ട് അവരെ തിരിച്ചു വിട്ടില്ല. അതേ രീതി എൻ്റെ അമ്മ ചെയ്യും. അതെനിക്കറിയില്ല, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നും ഈ കൺവേർട്ട് ചെയ്യുന്ന കുട്ടികൾ ആദ്യം പോകുന്നത് അവിടേക്കും ആണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അത് മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തെ ചേരാണി എന്ന് പറയുന്ന സ്ഥലത്താണ് ആ സ്ഥാപനം ഉള്ളതെന്നും പറഞ്ഞു. അപ്പൊ ഇന്നും എൻ്റെ അറിവ് അനുസരിച്ച് കൂടി 47-നും 52 നമ്പേഴ്സിന് ഇടയിൽ കുട്ടികൾ ഇന്നും അവിടെ കിടപ്പുണ്ട്. ആർക്കെന്ത് ചെയ്യാൻ കഴിയും ഇവിടെ? എൻ്റെ മകള് പോയതുപോലെ ഫ്രാൻസ് സിറിയയുടെ അവിടെ വരെ ഒന്നും എത്തിക്കണ്ട. ഇപ്പൊ അതിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ചെയ്യുക. 52 അമ്മമാരുടെ കണ്ണീരെങ്കിലും അതിൽ നിന്ന് മാറ്റി കൊടുക്ക്. ഇരട്ടിലേക്ക് വന്നാൽ KVS കോർപ്പസ് ഇരട്ട് കൊടുത്തിട്ട് എനിക്ക് അതിലൊരു ജഡ്ജ്മെന്റ് കിട്ടിയ അല്ല, ഈ മകള് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു അല്ലേ? കല്യാണം കഴിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവിടത്തെ എന്ന് പറഞ്ഞു. നിയമപരമായിട്ട് എന്താ 18 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടി, അതിന് അത് കൊലപാതകിയാണ്. ഒരു പാരന്റ് പറയാണ് ഇയാളെ 10 പേരെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും നിയമം എന്ത് പറയും? 18 വയസ്സ് കഴിഞ്ഞ കുട്ടി, ആ കുട്ടിക്ക് എന്ത് ചെയ്യാം? ഇഷ്ടപ്പെട്ട പയ്യന്റെ കൂടെ പോകാം. അപ്പൊ അവിടെയാണ് പാരന്റ് എന്നുള്ള നിലയിൽ ഞാൻ ആദ്യം തോറ്റത്. എൻ്റെ മകള് പോകുന്ന പോക്ക് അന്ന് മുതൽ വേവലാതിയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. ഇതിനകത്തൊരു ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടിരുന്നു എന്ന് താങ്കൾക്ക് സംശയമുണ്ടോ? അതറിയില്ല. പക്ഷെ അന്ന് ഈ നവംബർ 11 പിടിച്ചതിന് ശേഷം അവിടുത്തെ തന്നെ ഒരു DYSP റാങ്കിലുള്ള ഒരു സാർ എന്നോട് പറഞ്ഞത്, ഈ പെൺകുട്ടി കാസർഗോഡ് പഠിക്കാൻ വന്ന സമയത്ത് ജിപ്മർ മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന ഒരു പയ്യൻ, സാജിദ് റഹ്മാൻ ആണെന്ന് തോന്നുന്നു, കറക്റ്റ് പേര് എനിക്കറിയില്ല, ആ പയ്യൻ ഈ പെൺകുട്ടിയുടെ പുറകെ ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നും 2ാം വർഷത്തിൽ ആ പയ്യന്റെ അമ്മ എന്ന് പറയുന്ന ഒരു ലേഡി, ഞാൻ എൻ്റെ മകനെ കല്യാണം കഴിപ്പിച്ച് തരാം, പക്ഷേ നീ മതം മാറണം എന്ന് പറഞ്ഞ് മതം മാറ്റുകയും അതിനുശേഷം ആ പയ്യൻ പിന്നെ കണ്ടിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി ഡിപ്രഷൻ സ്റ്റേജിലോട്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് അവരെ എൻഡോസൾഫാൻ ബാധിച്ച കുട്ടികളെ കാണിക്കാൻ കൊണ്ടുപോകുന്നു, അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മതം പഠിപ്പിക്കുന്നു, പിന്നെ മതം അന്യ ആൾക്കാർക്കും കൂടെ പഠിപ്പിച്ചു കൊടുക്കുന്ന ശാലകളിൽ കൊണ്ടുപോകുന്നു. താങ്കളുടെ മകൾ ഇപ്പൊ ഗർഭിണിയാണ്, പൂർണ്ണ ഗർഭിണിയാണ്. ഓഗസ്റ്റ് 31 ആണ് ഡെലിവറി. ഏതെങ്കിലും അന്വേഷണ ഏജൻസികളൊക്കെ താങ്കളെ കണ്ടിരുന്നു? ഞാനൊരു ലേഡിയെ ഞാൻ ചെന്ന് കണ്ടിരുന്നു, ഒരു ലേഡി ഓഫീസറിനെ. അവരോട് കണ്ടിട്ട് ഞാൻ ഈ വിശദമായ കാര്യങ്ങൾ പറയുന്നു. മാഡം ഇന്നതുപോലെയാണ് കാര്യങ്ങൾ, എൻ്റെ ഹേബിയസ് ഇതാണ് എല്ലാം കാണിച്ചപ്പോൾ ആ ലേഡി എന്നോട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, മകള് ചിലപ്പോൾ സ്ഥലം കാണാൻ പോയിരിക്കും. അപ്പം ഞാൻ ചോദിച്ചു, മാഡം ഓഗസ്റ്റ് 31 ഡെലിവറി ആകുന്ന ഒരു കുട്ടിയെ ഇങ്ങനെ സ്ഥലം കാണാൻ പോകാൻ പറ്റുമോ? എന്നാൽ ബിന്ദു വെയിറ്റ് ചെയ്യൂ, കാരണം ഇപ്പം അവർ മതം മാറിയല്ലേ ഉള്ളൂ, അപ്പോൾ അവർക്ക് വ്രതം കാണും, അത് കാരണം വെയിറ്റ് ചെയ്യൂ, നമുക്ക് ജൂലൈ 6 അല്ലേ റംസാൻ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഞാൻ എന്നിട്ടും 15-ാം തീയതി വീണ്ടും വിളിച്ചു, മാഡം എന്തായി, ഞാൻ ആര് വഴി ഫോളോ അപ്പ് ചെയ്യണം, എന്താണെന്നൊന്നും മാഡം പറഞ്ഞു തരുമോ? ആരും എനിക്കൊന്നും പറഞ്ഞു തന്നില്ല. ശരി, അടുത്തത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 25-ാം തീയതി പാലക്കാട് ഞാൻ വന്നു, ആ പയ്യൻ്റെ വീട്ടിൽ. അവരോട് ഞാൻ പറഞ്ഞു, എൻ്റെ മകൾ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മകൻ്റെ കൂടെയാണ്, നമുക്ക് ഒരുമിച്ച് ഒരു റിട്ടേൺ ഹർജി ഫയൽ ചെയ്യാം. ആദ്യം ആ 2ാം അമ്മ എന്ന് പറയുന്ന സ്ത്രീ വിസമ്മതിച്ചെങ്കിലും ഞാൻ എൻ്റെ ഒറ്റ കടുംപിടുത്തത്തിൽ നിന്നു. ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, അവർ അതിന് റെഡിയായി. ഇത് കൂടാതെ ഞാൻ ഈ അനിയൻ്റെ ഭാര്യ വീടെന്ന് പറയുന്ന എറണാകുളത്ത് തന്നെയുള്ള അവരെയും കോണ്ടാക്ട് ചെയ്തു. അവരോടും ഞാൻ പറഞ്ഞു, നമുക്ക് 3 ആൾക്കും കൂടെ ഒരുമിച്ച് മൂവ് ചെയ്യാം. അങ്ങനെ ഇരുന്ന ഒരു 4 ദിവസത്തിനകത്ത് ഇതേ ഞങ്ങളുടെ നാട്ടിലെ കൗൺസിലറും ഒരു TV ഏജൻറ്റും കൂടെ വന്നിട്ട് പറയുവാണ്. ഞാൻ ചോദിച്ചു എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതിങ്ങനെ ആ ഒരു മാഡം പറഞ്ഞു ലവ് ജിഹാദിൻ്റെ ഒരു സംഭവം ഒരു ബൈറ്റ് എടുക്കാൻ പോയപ്പോൾ മാഡത്തിൻ്റെ അടുത്ത് ചോദിച്ചാൽ കഥ അറിയാം. ഞാൻ എന്താ കഥ എഴുതാനിരിക്കുന്ന? അപ്പൊ അന്ന് അത് നോക്കിയിരുന്നുവെങ്കിൽ ഇന്ന് എൻ്റെ മകള് ഈ ദൂരം വരെ എത്തൂല. ബിന്ദു, ഇപ്പം ബിന്ദുവിന്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് മോളുടെ കാര്യത്തിൽ? പ്രതീക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അടുത്ത്.